ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവന്റെ ശബ്ദം നിങ്ങൾക്കായി. പ്രതിയോഗിയായ പിശാചിനോട് എതിർക്കുക. യാക്കോബ് 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുക, പിശാചിനോട് എതിർത്ത് നിൽക്കും. ഈ വാക്യം പറയുന്നത് നിങ്ങൾ എതിർത്ത് നിന്നാലും ഇല്ലെങ്കിലും സാത്താൻ ഓടിപ്പോകുമെന്നല്ല, നിങ്ങൾ ശക്തിയുക്തം എതിർക്കണമെന്ന് തന്നെയാണ്. പിശാചിന്റെ പ്ലാനുകളും പദ്ധതികളും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ ബാധിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കണം. മറ്റൊരു ഇംഗ്ലീഷ് തർജ്ജമയിൽ സാത്താന് എതിരായ ഒരു നിലപാടെടുക്കുക എന്നതാണ്. സാത്താന്റെ ഏത് തീയമ്പുകളെയും കെടുക്കുവാൻ നമുക്ക് കഴിയുമെന്നത് വളരെ ആശ്വാസപ്രദമാണ്. എഫെസ്യർ 6:16. എങ്ങനെയാണ് പിശാചിനെ എതിർക്കുന്നത്? സാത്താന്റെ ഐഡിയകളും നിർദ്ദേശങ്ങളും നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ അംഗീകരിക്കാതെ തള്ളിക്കളയുന്നതിലൂടെയാണ് നാം പിശാചിനെ എതിർക്കുന്നത്. അതിനു പകരം നാം ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ദൈവവചനാടിസ്ഥാനത്തിൽ ആയിരിക്കണം. ദൈവിക പൂർണ്ണതയിൽ കുറഞ്ഞ യാതൊന്നും അംഗീകരിക്കാതിരിക്കുന്നത് ആണ് സാത്താൻ എതിർക്കുന്നത്. പാപം, രോഗം, ദാരിദ്ര്യം, ഭയം എന്നിവയ്ക്കെതിരെ നിലപാടെടുക്കുന്നത് സാത്താനെ എതിർക്കുന്നതാണ്. കാരണം സാത്താന്റെ പ്രവർത്തനം മോഷണം, കൊലപാതകം, നശിപ്പിക്കൽ എന്നിവയാണ്. എപ്പോഴും എതിരെ നിൽക്കുക, എല്ലാ കാര്യത്തിനും ദൈവത്തിന് കീഴടങ്ങുക. പിശാചിനോട് എതിർക്കുന്നത് അങ്ങനെയാണ്. സാത്താന് അല്പം പോലും കീഴടങ്ങാതിരിക്കുക. ദൈവവും പിശാചും വ്യക്തികളായിട്ടല്ല, ചിന്തകളിലൂടെയാണ് വരുന്നത്. ദൈവത്തിൽ നിന്നുള്ള ചിന്തകളെ, ആശയങ്ങളെ നാം അനുസരിക്കുന്നെങ്കിൽ നാം സാത്താനോട് എതിർക്കുകയാണ്. ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊണ്ട് വേണം നമ്മൾക്ക് സാത്താനോട് എതിർക്കുവാൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അധികം അനുഗ്രഹിക്കട്ടെ. ആമേൻ.